1.5 കൊല്ലായി വെട്ടാതെ കിടക്കുക. ലേബർ കുഴപ്പാ. അവർക്കും മടുത്തു. എങ്ങനെയെങ്കിലും വിറ്റിട്ട് സ്ഥലം വിട്ടാ മതി എന്നാ സ്വാമിയുടെ ഇപ്പോഴത്തെ നില. എത്രയുണ്ടെന്നാ? 130 ഏക്കറാ. ഒരു 15,000 മരം ഉണ്ടെന്ന് വെച്ചോ. മരങ്ങൾ കുറെ പഴക്കാ. കടുംവെട്ട് വെട്ടേണ്ടി വരും. 1 കൊല്ലം കൊണ്ട് വെട്ടിത്തീർക്കാം. ഞാൻ വെറുതെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് പാലവും മരവും മാത്രം ഒരു 45 ലക്ഷത്തിനെങ്കിലും മതിക്കും. വെട്ടിത്തുടങ്ങുന്നിടത്തുനിന്ന് പുതിയ പ്ലാന്റിന് തുടങ്ങാമല്ലോ. 5 or 6 കൊല്ലം കഴിഞ്ഞ് അതിന്റെ ഈൽഡ് കിട്ടി തുടങ്ങുമ്പോ വിലയുടെ ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കിയാൽ 130, 2, 260. 2.5 കോടി കൂട്ടിക്കോ. എന്നാലും സ്വാമി ചോദിക്കുന്ന 75 കൊടുക്കാൻ പറ്റുമോ? വേണ്ട, ഒരു 60 കിട്ടിയാ കൊടുത്തേക്കാമെന്ന് സ്വാമി പറഞ്ഞതായിട്ട് ഞാൻ മറ്റൊരു വഴിക്കറിഞ്ഞു. പിന്നെ മുതലാളി അല്ലാതെ വേറെ ആരും പെട്ടെന്ന് അങ്ങോട്ട് അടുക്കില്ലെന്ന് സ്വാമിക്കറിയാം. ആ, എന്നാ പിന്നെ നോക്കാം. എന്താ? 1.5 കൊല്ലായി പട്ടിണി കിടന്ന് സമരം ചെയ്യുന്ന തൊഴിലാളികളാണ് അവിടെ ഉള്ളത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഓ, തൊഴിലാളികളെ ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവൂ. സമരം പൊളിച്ചിട്ട് പല താപ്പാനോടൊക്കെ പേടിപ്പിച്ച് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കണം. പുതിയ മരം വെക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് പിന്നെ മുതലാളി അക്കാര്യത്തിൽ എല്ലാവരും സമ്മതിച്ചിരിക്കുന്ന ആളാണല്ലോ. കോശിക്കുഞ്ഞ അങ്ങനെ വന്നാൽ ഇത് ആരുടെ പേര് വാങ്ങാവൂ? ബേബിച്ചിന്റെ വാങ്ങിച്ചോ? അതാ സേഫ്. എന്താ കോശി? ഞാനൊരു കാര്യം അച്ചായനോട് ആലോചിക്കാൻ വന്നതാ. പറ. ആ വേളാമ്പറമ്പിലെ നൈനാനില്ലേ, അവൻ കാലത്ത് വീട്ടിൽ വന്നിരുന്നു. അവന് വണ്ടിപ്പെരിയാർ ഭാഗത്ത് 1500 ഏക്കർ വനമുള്ളത് അറിയാമോ? അറിയാം. അതിന്റെ നടുവില് ഒരു 25 ഏക്കർ കഞ്ചാവ് തോട്ടല്ലേ? അത് തന്നെ. ഇത് പണ്ട് നൈനാച്ചന്റെ അപ്പൻ കൈവശപ്പെടുത്തിയതാ. അതിന് പട്ടയം കിട്ടിയിട്ടില്ലല്ലോ. അറിയാം, പണ്ടാരോ ഭരിച്ചിരുന്നപ്പോ എഴുതി കൊടുത്ത ഒരു രേഖയുണ്ട്, അത് മതി. അതിപ്പോ അവൻ അവിടെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് 10-25 കുടിയിടപ്പുകാരൊക്കെ അതിൽ കയറി പറ്റിയിരിക്കുക. അവൻ പല പണിയും നോക്കിയിട്ട് അവർ ഒഴിയുന്നില്ല. നമ്മൾ വിചാരിച്ചാൽ പറ്റുമെന്നാ നൈനാൻ പറയുന്നേ. എഴുതി തന്നേക്കാവെന്ന് പറയുന്നു. കുടികിടപ്പുകാരൊന്നും പ്രശ്നമല്ല. എന്താ ചോദിക്കുന്നേ? 30, 25 ലക്ഷത്തിന്റെ തടി അതിനകത്തുണ്ടെന്നാ നൈനാൻ പറയുന്നേ. അയ്യോ, അത്രയൊന്നും അല്ല കുഞ്ഞെ. ഇങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്നല്ലാതെ നൈനാച്ചം പോയി കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്റെ അറിവിൽ ഈ പറഞ്ഞതിന്റെ ഒരു 10 ഇരട്ടി വിലക്കുള്ള മരങ്ങൾ അവിടെ കാണും. പക്ഷെ ആലോചിച്ചിട്ട് വേണം. വനത്തിന്റെയും തടിയുടെയും ഒക്കെ കാര്യത്തില് മന്ത്രിമാർക്ക് കിടക്കപ്പുറതി ഇല്ലാത്ത സമയ. അതുകൊണ്ടാരും തടി വെട്ടാതിരിക്കാന്ന്. ചെല്ലേണ്ടടുത്ത് ചെന്നാ മതി അനിയമ്പിള്ളേ. മന്ത്രിമാരെയൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? അല്ല, എന്നാലും വനം നൽകുന്ന കാര്യത്തിലൊക്കെ നാട്ടുകാരിപ്പം വളരെ ജാഗ്രതയല്ല. അതിനൊക്കെ വഴിയുണ്ടെന്നേ. 25 കൊടുത്താൽ നൈനാൻ സമ്മതിക്കും. 3 ആഴ്ച കഴിഞ്ഞാൽ വെട്ടിയെടുക്കാൻ പരുവത്തിൽ 4-5 ലക്ഷത്തിന്റെ കഞ്ചാവുണ്ടതിൽ. അതും ചേർത്താ. അച്ചായൻ അറിയാമോന്ന് അറിയാൻ വയ്യ, കഞ്ചാവിന് ഇപ്പൊ എന്തൊരു ഡിമാൻഡാണെന്ന് അറിയാമോ? എന്റെ ഒരു ഇൻട്രസ്റ്റ് അതാ. ഞാൻ വിചാരിച്ച ഇപ്പൊ 10 ഉണ്ടാവും, ബാക്കി 15 അച്ചായൻ തരണം. പക്ഷേ അതിപ്പോ ഞാനും അനിയമ്പിള്ള വേറൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ സ്വാമിയുടെ തൊടുപുഴയുള്ള എസ്റ്റേറ്റ് നമ്മളതിനോട് ചേർന്ന് കിടക്കുന്നത് ചുടു വിലക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഞാനൊരു 40 രൂപ അടുത്ത ആഴ്ച കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതുകൂടെ ആകുമ്പോ അതൊരു മാസത്തേക്ക് നീട്ടിവെക്കും. അതൊക്കെ സ്വാമി വെക്കും. ഇതിന്റെ ഡീല് കഴിഞ്ഞാൽ 1000 മരം മുറിച്ച് വിൽക്കാൻ അച്ചായ. സണ്ണിയോടുമ്പോ ഇവിടെ ഒക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഇതൊക്കെ പുലിവാല് പിടിക്കുന്ന കാര്യങ്ങളാ. നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാ സണ്ണി. ചെറിയ റിസ്ക് അല്ലേ ഉള്ളൂ. പിടിച്ചാ കിട്ടാത്ത പോലായിരിക്കും ലാഭം വരുന്നത്. അത് നേരാ. പോയിച്ചാൻ എന്ത് വേണം ചെയ്തു, എനിക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും പണമല്ലേ. ഞാൻ കുറെ നാളായി അച്ചായനോട് കാര്യം പറയണമെന്ന് വിചാരിച്ചത്. ഞാൻ ഇവിടെ വിട്ട് വല്ല ടൗണിലെങ്ങാനും പോയി താമസിക്കാൻ പോകും. എന്തിന്? എനിക്ക് വേറെ വല്ല ബിസിനസ്സും തുടങ്ങണം. ഇതിലും നല്ല ബിസിനസ് വേറെ ഏതാടാ? എനിക്കിത് പറ്റുന്നില്ല. കുറെ നാളായി ഇവന് ഈ ഐഡിയയും കൊണ്ട് നടക്കുന്നു. നീ എന്ത് ബിസിനസ് ചെയ്താലും ഒരു ഗുണമുണ്ടായി. നിനക്ക് ബിസിനസ് ചെയ്യാൻ അറിയാൻ വയ്യ. അത് കോശാൻ നോക്കണ്ട. എനിക്ക് എന്റേതായ ഒരു രീതിയുണ്ട്. എന്റെ വീട്ടിലുള്ള വിറ്റാൽ അല്ലെ കോശാൻ എടുത്തോ. നിന്റെ വീതമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയല്ലേടാ. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഒന്നും വിൽക്കില്ല, വാങ്ങേ ഉള്ളൂ. ഞാൻ ചത്തനേഷം ആലോചിച്ചാൽ മതി. എന്റെ അപ്പൻ എനിക്ക് 20 ഏക്കറെ ഉണ്ടാക്കി തന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. ഇനിയും ഉണ്ടാക്കും. കിട്ടുന്ന എല്ലാം വാങ്ങും. പിന്നെ നിങ്ങൾ വാങ്ങണം. ഇവിടെ വിട്ടു പോകരുത്. എന്ത് വേണമെങ്കിൽ ചെയ്തു. നീ ഇതൊന്നും കാര്യമാക്കണ്ട. നീ എന്നോടാ അച്ചായോ, ഇവനെ നൈനാനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പിന്നെ വണ്ടിപ്പെരിയാറിൽ പോയി ആ സ്ഥലവും നോക്കാം. ചില ഡ്രസ് ചെയ്തുവാ. ഞാൻ വരുന്നില്ല. ചെല്ലു ബേബി. പറയുന്ന കേക്കടാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ ബേബി? ഇവനൊക്കെ എന്തോ പറ്റി? ആരാ കർത്താവേ? ആദാവേ, മാത്തുവേ, മാതാവേ, മാതാവേ, കർത്താവേ. സണ്ണി, ബേബി, എന്താ അമ്മേ ഇങ്ങോട്ടൊന്ന് വരാൻ പറമോളൂ എല്ലാരോടും. അപ്പാ, കർത്താവേ, അപ്പാ, കർത്താവേ. വല്യപ്പച്ചൻ വലിക്കുന്നത് കണ്ടോ മോനെ? വല്യപ്പച്ച, വല്യപ്പച്ച, എന്താ അമ്മേ? വായു വലിക്കുന്ന പോലെ തോന്നുന്നു. കിടത്ത് ബേബി, കുറച്ച് വെള്ളം എടുക്ക്.
എന്താ? പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ. വെള്ളം. ഡോക്ടറോടങ്ങ് വരാൻ പറയട്ടെ. ഇല്ല, ഇത്തിരി കഴിയട്ടെ. മാത്തു. അപ്പം പേടിപ്പിച്ചു കളയല്ലോ. എന്തുവാ? എന്തോ പറ്റിയെന്ന്? എല്ലാരും കൂടാ വന്നത്. ആര്? എല്ലാരും ഉണ്ടായിരുന്നു. ആരാ അപ്പാ വന്നത്? കർത്താവും പത്രോസും മാതാവും പിന്നെ മാലാകമാരും. വിളിക്കാനാ വന്നത്. അടുത്ത് വന്ന് തൊട്ടതാ. സമയമായില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോയി. സാരമല്ല, അപ്പം കിടന്നോ. ഏ നീ കുറെ നേരം കൂടെ അടുത്തിരിക്ക. പെട്ടെന്നെങ്ങാനും വല്ലതും. പോ. കാലം എത്രയാ ഈ കിടപ്പിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട്. നിർമ്മലേ, വന്നിവിടെ നിൽക്കുകയായിരുന്നു അല്ലേ? എന്താ മിണ്ടാതെ അങ്ങനെ മറഞ്ഞു നിന്നളഞ്ഞത്? നീ കുറെ നേരം അങ്ങനെ കാത്തു നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും ഞാനല്ലേ കാക്കുന്നു. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാ. അടുത്ത മാസം 10-ാം തീയതി എന്റെ കല്യാണമാ. വരുന്ന വ്യാഴാഴ്ച ഉറപ്പിക്കും. ബേബി കുഞ്ഞിന് ഒരിക്കലും എന്നെ കെട്ടാൻ പറ്റത്തില്ലല്ലോ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. മറക്കത്തില്ല കേട്ടോ, എന്നും ഓർക്കും. അമ്മ 5 മണിക്ക് മുമ്പ് എത്തുന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോകുക. ഇനി കാണത്തില്ല. പോട്ടെ. നിർമ്മലേ, നിർമ്മലേ, ഇല്ല കുഞ്ഞെ, ഞാൻ വരത്തില്ല. വേണ്ട, ഞാനിനി തെറ്റ് ചെയ്യില്ല. എന്താ ഇത്? ഞാൻ നിലവിളിക്കും. എന്നെ വിട്. അയ്യോ, എന്നെ വിട്. വിടാൻ. രാഘവ, താൻ ഇന്നാള് പറഞ്ഞല്ലോ ഒരു രേവതിയെ കാണാൻ പോകാറുണ്ടെന്ന്. ഇപ്പൊ കുറെ നാളായി പോയിട്ട്. അവക്കിപ്പോ വലിയ ഡിമാൻഡാ. 20-25 ഒക്കെ കൊടുക്കണം. നമുക്കിന്ന് അവിടെ നിന്ന് പോകാം. അവിടെ അയ്യോ, അത് വേണ്ട.
നിങ്ങൾക്കൊന്നും പോകാൻ പറ്റിയ സ്ഥലമല്ലത്. അവിടെയൊക്കെ വെച്ച് ആരെങ്കിലും കണ്ടാ മോശമല്ലേ? ദേവിച്ചിനെ അറിയാൻ മേത്തൊരാരുണ്ട്? അത് സാരമില്ല, രാത്രിയല്ലേ. എന്നാലും അത് മോശം. ആരെങ്കിലും വീട്ടിലെങ്ങനെ പോയി പറഞ്ഞാലോ? പോവാനാവാ, വാ. ദേവിച്ചിന് എന്ത് പറ്റി? എനിക്കിന്നൊരു പെണ്ണിനെ കാണാൻ ഉറങ്ങാൻ പറ്റില്ല. ഒരു വാശിയാ. ആരോട്? അതൊക്കെ ഉണ്ട്. ഏതായാലും ഇരിക്കും, നേരം കുറച്ചുകൂടെ നിർത്തട്ടെ. താനാണോ? കേറി വാ. ആരായി പുതിയ ആള്? അതൊക്കെ ചേച്ചി എന്തിനാ അറിയുന്നേ? അറിയണ്ടെങ്കി വേണ്ട, വാ. നേരം കളയാതെ കേറി വാ. വരാ, പോ. എന്ത് പറ്റി? ഒന്നുമില്ല, നീ വാ. വെറുതെ രാത്രിയിൽ ഇവിടം വരെ ഈ കല്ലും മുള്ളും ചവിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവിടെ ഒരു മട്ട് കണ്ടപ്പം എന്റെ തോന്നലും ആഗ്രഹം എല്ലാം അങ്ങ് പോയി രാഘവ. ദേവിച്ചന്റെ ഓരോ കാര്യങ്ങൾ. രാഘവ, എന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയാം. ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് വാങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിടിച്ചു പറിച്ചെടുക്കണം, എന്നാലേ ഒരു സുഖം കിട്ടും. അതും വല്ലാത്തൊരു സ്വഭാവം തന്നെയാണല്ലോ. ഹലോ, അതെ, ആര്? നൈനാന്റെ ജോലിക്കാരനോ? കോശി എവിടെ? എന്തു പറ്റി? മറിഞ്ഞോ? എവിടെ? ആ, ഏതാശുപത്രിയില്ല? സീരിയസ് ഒന്നുമല്ലല്ലോ? അറസ്റ്റ് ചെയ്തോ? ആ ഡിവൈഎസ്പിയുടെ പേരെന്താ? അറിയില്ലേ? ആ ആ, ഞങ്ങൾ ഉടനെ പുറപ്പെടുന്നു പറഞ്ഞാൽ മതി. ശരി. തണ്ണി, തണ്ണിയേ, തണ്ണി. മോനെ, കോശി വണ്ടിപ്പെരിയാറ്റിന് വരുന്ന വഴി ജീപ്പ് മറിഞ്ഞ ആശുപത്രിയില്ല. കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവ് മറ്റോ ഉള്ളെന്നാ പറഞ്ഞേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. ബേബിയെ കൂടെ വിളിച്ചോ. വക്കീലിനെ മനുഷ്യനോ കാണേണ്ടി വരും. പോലീസ് കസ്റ്റഡിയില്ല, ജാമ്യത്തിൽ ഇറക്കണം. വേഗം നാട്ടെ. കേറ്റി വിടോ, എന്റെ അപ്പനാ. ഒന്നുമില്ല ചായ, ഈ കൈയുടെ എല്ലൊന്ന് പൊട്ടിയെന്നാ ഡോക്ടർ പറയുന്നത്. കുറച്ചു ദിവസം ഇതും കെട്ടി നടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അച്ഛാ മക്കിയില്ല കണ്ടായിരുന്നു? കണ്ടു, മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ഇത് ഏത് ഇൻസ്പെക്ടറാണ്? ഈയിടെ കണ്ട സ്ഥലം മാറി വന്ന ഡിവൈഎസ്പിയാ. എന്താണോ അവന്റെ പേര്? പോപ്പൻ ചാക്കോ. അവൻ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയാലേ ഉറക്കം വരും എന്ന് പറഞ്ഞൊരു വരവല്ലായിരുന്നു. ഞാൻ ജീപ്പെടുത്ത് ഒറ്റ പോക്ക് പോകും. അവനും ദേവനും എല്ലാം കൂടി അവന്റെ ജീപ്പിൽ പുറകെ. ആ വഴി എനിക്ക് അത്ര നല്ല പരിചയമില്ലായിരുന്നല്ലോ. ഒരു ടേണിങ്ങിന്റെ അവിടെ തിരിച്ചിട്ട് കിട്ടിയില്ല. 10-15 താഴത്തേക്ക് അങ്ങ് ഉരുണ്ടു. വണ്ടി നാശമായി പോയെന്നാ തോന്നുന്നേ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അവന്റെ മുട്ടുതല്ലി ഓടിച്ചു വിടുന്ന് പറഞ്ഞേക്കൊന്ന് പറഞ്ഞേര്. സൂക്ഷിച്ചു വേണേ കുഞ്ഞെ, ആളിപ്പം പ്രിൻസിപ്പളുള്ള കൂട്ടത്തിലാ. വഴങ്ങാൻ പാടാ. ഇവിടുത്തെ കഞ്ചാവട്ടിക്കാരൊന്ന് ഒതുക്കാൻ ഈയിടെ ഇങ്ങോട്ട് മാറ്റിയതാ. ഒതുക്കിയിട്ടേ പോളൂന്നും പറഞ്ഞാ നിൽപ്പ്. അയ്യോ, എന്റെ കർത്താവേ, ഇതെന്താ പറ്റി? ഒന്നുമില്ല ശീല, ഒന്നുമില്ലടി, നീ കരയാതെ. ഒടിവ് വലുതുണ്ടോ? ഇല്ല, ഒരു ബോട്ടിൽ മറ്റുണ്ടെന്ന് പറയുന്നു. താൻ ഉടനെ വണ്ടിപ്പെരിയാറ്റിലൊന്ന് പോണം. എന്താ ജീപ്പ് വലിച്ചേറ്റ് വർഷാപ്പിലാക്കണം. രാജഗിരിയിലേക്കുള്ള റോഡില്ലേ, അന്ന് നമ്മൾ പോയത്? പോവാ, മനസ്സിലായി. അതിലെ ഒരു 6-7 കിലോമീറ്റർ എന്നാ മതി. പോലീസുകാരെന്തെങ്കിലും അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. താൻ ആളെ വിളിച്ചോണ്ടെങ്കിൽ എന്നാ മതി. ഇതാ 5000 ഉണ്ട്. വേലപ്പൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരാണോ, അവന് 2000 കൊടുത്തേര്. ആ, വേഗം പുറപ്പെട്ടോ. കോശി, നീ 3 ദിവസം ഇവിടെ താമസിച്ചാൽ മതി.
ആ ഇൻസ്പെക്ടർ വാശിക്കാരാണ് നമ്മുടെ വക്കീൽ പറയുന്നത്. അവൻ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കി ഇനി അകത്താക്കാൻ നോക്കും. ഇവിടെ അവൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ നാളെ തിരുവനന്തപുരം വരെ ഒന്ന് പോയി നോക്കാം. അവനെ ഇവിടെ നിന്ന് തെറിപ്പിക്കാനൊക്കെ ഒന്ന് നോക്കണമല്ലോ. ഈ വയ്യാവേലിക്കൊന്നും പോകണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അതിനിപ്പോ എന്താ സണ്ണി, 1 കോടിയുടെ മുതൽ 25 ലക്ഷത്തിന് കിട്ടിയില്ലേ? ഈ കേസൊന്നും സാരമില്ലടാ, ഇത് ഞാൻ നോക്കിക്കോളാം. ഈ വേണ്ടാത്ത കാര്യത്തിനൊക്കെ എന്തിനാ കുഞ്ഞാ നീ നടക്കുന്നത്? അതിനൊക്കെ കൂട്ടു നിൽക്കാൻ ഒരു തന്തി. ഓ ഇനി അവളാ, ഞാനല്ല അവന് ആരാ അവനെ കൂട്ടി നിൽക്കേണ്ടത്? ഞാനൊന്നും മിണ്ടുന്നില്ലെങ്കിലും ഇതെല്ലാം കണ്ടോണ്ട് തന്നെ അവിടെ കഴിയുന്നത്. നേരായ മാർഗത്തിൽ പോയാ ഇതൊന്നും സംഭവിക്കുകയില്ല. നേരായ മാർഗത്തിൽ പോയാൽ ഈ കാണുന്ന ഒന്നും ഉണ്ടാവില്ലടി. പണം ഉണ്ടാക്കാൻ അതിന്റേതായ മാർഗങ്ങളുണ്ട്. അത് ആണുങ്ങളുടെ ജോലിയാ. നീ അടുക്കളയിലെ കാര്യം നോക്കിയാൽ മതി. എന്റെ കുഞ്ഞുങ്ങളെ കള്ളന്മാരെ പോലെ ഒളിച്ചു വെക്കുന്നത് കാണുമ്പോ എനിക്ക് മനസ്സമാധാനമില്ല. നിങ്ങൾക്ക് പണത്തിനോട് മാത്രമേ സ്നേഹമുള്ളൂ, വേറൊന്നിനോടുമില്ല. ആ അതങ്ങനെ തന്നെയാ. പണം ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളടി. അത് ഉള്ളത് കൊണ്ടാ എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കുമ്പോൾ നടക്കുന്നത്. വിചാരിക്കാത്തത് നടക്കുമ്പോഴേ നിങ്ങൾ പഠിക്കും. ദൈവം മോളിലുണ്ട്. വാ, വന്നു കിടക്ക.